നമസ്കാരം. ഒരു സബ്ജക്റ്റ് നമ്മൾ പഠിപ്പിക്കുമ്പോൾ അതിന് പല അപ്രോച്ച് നമുക്ക് പഠിപ്പിക്കാം. ഒന്ന്, അതിൻ്റെ ഉള്ളിലുള്ള ഓരോരോ പോർഷൻസ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഓരോരോ പീസായിട്ട് പഠിപ്പിക്കാം. അല്ലെങ്കിൽ നമുക്കിത് ഹോളിസ്റ്റിക് ആയിട്ട് എന്താണ് ആദ്യം പഠിപ്പിച്ചിട്ട് പിന്നെ അതിനകത്ത് ആവശ്യമുള്ള ഡീറ്റെയിലിലേക്ക് പോകും. ഈ പലപ്പോഴും നമ്മൾ ഈ സ്കൂളിലൊക്കെ ഈ ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ ആ പഠിക്കുന്ന സമയത്ത് അറിയുമോ നമുക്കിത് എന്താണ് ഫിസിക്കൽ ഡിഫറൻസിയേഷൻ കൊണ്ട് എന്താ ചെയ്യുന്നത്, ഇൻ്റഗ്രേഷൻ കൊണ്ട് എന്താ ചെയ്യുന്നത് നമുക്കറിയുമോ? എൻ്റെ സ്കൂളുകളിൽ അത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഡിഫറൻസിയേഷൻ ചെയ്യാൻ അറിയാം, അതുകൊണ്ട് ചെയ്തു വയ്ക്കും. പക്ഷേ നമ്മൾക്ക് ഇത് എന്താണ് ഡിഫറൻസിയേഷൻ എന്നുള്ളതിൻ്റെ ഫിസിക്കൽ എന്താണ് ഇത് സംഭവിക്കുന്നത്, ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് പഠിക്കുന്നത് പിന്നീട് നമ്മളിത് നമ്മളുടെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലേക്കൊക്കെ വരുമ്പോഴത്തേനുമാണ് ഇത് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇതാണ് ഡിഫറൻസിയേഷൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഇതാണ് ഇൻ്റഗ്രേഷൻ എന്നൊക്കെ നമുക്കങ്ങനെ മനസ്സിലാകുന്നപ്പോഴാണ്. അതേപോലെ ഞാൻ ആ മെത്തേഡ് അല്ല, അതായത് ഈ ഓരോ പാർട്സായിട്ട് എടുത്ത് പഠിപ്പിച്ചിട്ട് അത് നിങ്ങൾ പിന്നെ അവസാനം മനസ്സിലാക്കട്ടെ എന്ന് പറയുന്ന ഒരു മെത്തേഡല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ എൻ്റെയർ ഇന്ത്യൻ സൈക്കോളജി അല്ലെങ്കിൽ ഇന്ത്യൻ നമ്മളുടെ വെൽബീയിങ്ങിനുള്ള ആ സയൻസിനെ ഞാൻ ഹോളിസ്റ്റിക് ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് തരുന്നത്. ആ സമഗ്ര ചിത്രമാണ്. ഈ ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ ഓരോരോ ടെക്സ്റ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ഓരോ ശ്ലോകമൊക്കെ എടുത്ത്, പക്ഷെ അതിലത് കാര്യമില്ല. അങ്ങനെ അനേക പുസ്തകങ്ങളിൽ ധാരാളം പരമായ സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു മെത്തേഡല്ല ഉപയോഗിക്കുന്നത്. ഞാൻ അതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലായതും ഞാൻ അതിനകത്തുനിന്ന് പഠിച്ചതുമായിട്ടുള്ള സാധനങ്ങൾ ചെറിയ കഥകളൊക്കെ ആയിട്ട് അങ്ങ് പറഞ്ഞുതരാം. ആ മെത്തേഡാണ് കുറേം കൂടി മനുഷ്യനുമായിട്ട് കണക്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. സപ്പോസ് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഡൽഹിയിൽ നടത്താനുണ്ട്. നിങ്ങൾ കേരളത്തിലാണ്, ഡൽഹിയിൽ പോയിട്ട് കുറേ കാര്യങ്ങൾ നടത്താനുണ്ട്. അപ്പോൾ അതെല്ലാം ലിസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായി ഇതിനൊരു 5 ദിവസമെങ്കിലും എടുക്കും. അപ്പോൾ ഒരു തിങ്കളാഴ്ച രാവിലെ അവിടെ എത്തിയാൽ ഫ്രൈഡേ ഈവനിങ്ങിൽ തിരിച്ചു വരുന്ന തരത്തിൽ നിങ്ങൾ ഫ്ലൈറ്റൊക്കെ ബുക്ക് ചെയ്തു. അപ്പോൾ അവിടെ ഡൽഹിയിൽ നടക്കണ്ടേ, യാത്ര ചെയ്യണ്ടേ, സഞ്ചരിക്കണ്ടേ? അപ്പോൾ അതിനെന്താ മാർഗം നോക്കി കഴിഞ്ഞപ്പോൾ നെറ്റിലൊരു ഇത് കണ്ടു. അവിടെ റെൻ്റ് എ സ്കൂട്ടർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് എയർപോർട്ടിൽ ഡെലിവറി ചെയ്യും സ്കൂട്ടർ. അപ്പോൾ നിങ്ങൾക്ക് തോന്നി അത് കൊള്ളാം, എന്നാൽ പിന്നെ ഒരു റെൻ്റ് എ സ്കൂട്ടർ എടുത്തു. അപ്പോൾ അതിൻ്റെ ടേംസൊക്കെ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തു, നല്ല അഡ്വാൻസൊക്കെ കൊടുത്തു. നിങ്ങൾ എയർപോർട്ടിൽ ചെന്നപ്പോൾ ഡൽഹിയിൽ മൺഡേ മോർണിംഗ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ എയർപോർട്ടിൽ സ്കൂട്ടറുണ്ട്. ആ സ്കൂട്ടർ റെൻ്റൽ കമ്പനിയുടെ ആൾക്കാർ അവിടെ സ്കൂട്ടർ കൊണ്ട് വെച്ചിട്ടുണ്ട് വിത്ത് കീ. അപ്പോൾ നിങ്ങൾ ആ സ്കൂട്ടർ എടുത്ത് അന്നത്തെ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 3 പേര് അവിടെ നിന്നിട്ട് ഈ സ്കൂട്ടറിനെ നോക്കുന്നുണ്ടെന്ന്. ഒരാൾ ആക്ച്വലി അത് മാനുഫാക്ചർ ചെയ്ത കമ്പനിയുടെ, ഇപ്പോൾ ഹോണ്ടയാണെങ്കിൽ ഹോണ്ടയുടെ സ്കൂട്ടറാണ്. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ സ്കൂട്ടർ പോകുന്നു. ഇനി ആ റെൻ്റ് കമ്പനിയുടെ ഒരു ജീവനക്കാരനോട് നിൽക്കേണ്ട അയാൾ പറയുന്നത് ഞങ്ങളുടെ സ്കൂട്ടർ പോകുന്നു. ഇനി നിങ്ങൾ എന്ത് പറയും? നിങ്ങളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ്, പെട്ടെന്ന് ഒരാൾ ഫ്രണ്ടിൽ വന്ന് ചാടി. അപ്പോൾ അയാൾ പറയും എൻ്റെ സ്കൂട്ടറിൻ്റെ മുന്നിലാണോ ഒന്ന് ചാടുന്നതെന്ന് ചോദിക്കും അല്ലേ? അപ്പോൾ ഇതെല്ലാവരുടെയും ആണ് ഈ സ്കൂട്ടർ, എല്ലാവരുടെയാണ് ഈ സ്കൂട്ടർ. ഇതാണ് നമ്മളുടെ ശരീരം. ഇത് സൃഷ്ടിച്ചാരാണ്? അച്ഛനും അമ്മയാണ്, ഫാദറും മദറും ആണല്ലോ ഇത് നമ്മൾ ഈ ശരീരം ഉണ്ടാക്കിയത്. അപ്പോൾ അവരുടെ ആണെന്ന് അവർ പറയും. അമ്മാവൻ്റെ ആണെന്ന് പറയും, അമ്മായിയുടെ ആണെന്ന് പറയും, ഇല്ലേ? അപ്പം പറയും ഇതെല്ലാം കറക്റ്റാണ്, അവരുടെ എല്ലാമാണ് ഈ സ്കൂട്ടർ. പക്ഷേ ഈ സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ന ആത്മാവിന് ഈ ഭൂമിയിൽ സഞ്ചരിക്കാനുള്ള വെഹിക്കിളാണ്. നിങ്ങളുടെ ശരീരം അതാണ്. അത് നിങ്ങളുടെ ശരീരം ഒരു വെഹിക്കിളാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ ആത്മാവാണ്. നിങ്ങൾ കേരളത്തിൽ നിന്ന് ഡൽഹി എന്ന് പറയുന്ന സ്ഥലത്ത് 5 ദിവസം താമസിക്കാനായി, 5 ദിവസം അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാനായി പ്ലാൻ ചെയ്ത് ചെന്നിട്ടുള്ള ഒരു ആത്മാവാണ്. ആ ആത്മാവിന് സഞ്ചരിക്കാൻ ഒരു ശരീരം വേണം. അതിന് നിങ്ങൾ സ്കൂട്ടർ എടുത്തു. അപ്പോൾ ആ സ്കൂട്ടർ മാനുഫാക്ചർ ചെയ്തതാരാണ്? യുവർ ഫാദർ ആൻഡ് മദർ. ഈ നമുക്ക് പൊതുവേ 3 കർമ്മങ്ങൾ ഉണ്ട് നമ്മുടെ കർമ്മഫലത്തിൻ്റെ, നമ്മൾ ഈ ജന്മം അനുഭവിക്കണമെന്ന് പറയും. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ ഈ ആത്മാവ് മുൻ ജന്മങ്ങളിൽ ഇത് ഓരോ സ്കൂട്ടർ എടുത്തിട്ട് യാത്ര ചെയ്തതാണല്ലോ. അപ്പോൾ അന്ന് ഉണ്ടായിട്ടുള്ള കാർമിക് ബാഗേജ്. രണ്ടാമത്, നമ്മുടെ പേരൻസിൻ്റെ, നമ്മുടെ ഫാദറിൻ്റെയും മദറിൻ്റെയും ആ പരമ്പരകളിൽ, ആ ജീനുകളിൽ നമുക്ക് കിട്ടിയേക്കുന്ന കാർമിക്കായിട്ടുള്ള ഇത്. മൂന്നാമത് അഗാമി കർമ്മ എന്ന് പറയും. അതെന്താണ്? നമ്മൾ ആ സ്കൂട്ടർ ഇപ്പോൾ അവിടെ നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് എടുത്ത് യാത്ര ചെയ്യുമ്പോൾ
ഉള്ള ഓരോ ഇവൻസിനോടും നിങ്ങൾ ചെയ്യുന്ന റെസ്പോൺസിൻ്റെ അനുസരിച്ച് അത് നിങ്ങളുടെ ആ ദിവസങ്ങളെ ബാധിക്കും, ആ ദിവസങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ വണ്ടി എടുത്തു, സ്കൂട്ടർ എടുത്തു, കുറച്ചൊക്കെ പോയപ്പോഴത്തേനും ഒരാൾ മുന്നിൽ ചാടി, അയാളോട് ഭയങ്കര ദേഷ്യം വന്നു നിങ്ങൾക്ക്. അത് നിങ്ങൾ അതിനെ പ്രതികരിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അയാളോട് പ്രതികരിക്കുന്നത് സ്നേഹത്തിൽ പ്രതികരിക്കാം. സുഹൃത്തെ, നിങ്ങൾ സൂക്ഷിച്ചു പോകണ്ടേ, ഞാൻ ഇപ്പോൾ വീണേനെ, ഇടിച്ചേനെ എന്നൊക്കെ പറയാം. ദേഷ്യപ്പെട്ട് പറയാം, എൻ്റെ സ്കൂട്ടറിൻ്റെ മുന്നിലാണോ എന്ന് പറയാം. നിങ്ങൾക്ക് കുറച്ചും കൂടെ ദേഷ്യം വന്നു, അയാളെ പോയിട്ട് ഒരു അടി വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ അയാൾക്കെതിരെ കേസ് കൊടുക്കാനായിട്ട് നിങ്ങൾ അടുത്ത പോലീസുകാരനെ തേടി പോകാം. അപ്പം ഇതെല്ലാം, ഈ ഇവൻസുകൾ മുഴുവൻ അതിനൊരു പരിണിതഫലം നിങ്ങൾ അടുത്ത ദിവസങ്ങൾ, അടുത്ത മണിക്കൂറുകൾ അനുഭവിക്കും. ഇതേപോലെയാണ് നമ്മുടെ പാസ്റ്റ് കർമ്മയിൽ നിന്ന് വരുന്നത്, നമ്മുടെ ജനനത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആയില്ലേ? ഇവൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ, അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഏത് ഇവൻ്റെ അടുത്ത മൊമെൻ്റ് അത് സംഭവിക്കുന്നതെന്ന് പോലും നമുക്കറിയത്തില്ല. അപ്പം ഇതിനൊരു ഔട്ട്കമ്മുകളും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം നമുക്കൊരു പാറ്റേണൈസ്ഡ് ആയിട്ടുള്ള ഔട്ട്കമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവൻസിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ പാറ്റേണൈസ്ഡ് ആയിട്ടുള്ള ഔട്ട്കം നമുക്ക് ഇഷ്ടമല്ല. നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ റെസ്പോൺസ് മാറ്റുക എന്നുള്ളതാണ്. ഈ ജാക്ക് ആൻഡ് ഫീൽഡ് ഒരു നല്ല ഫോർമുല ഇതിനു വേണ്ടിയിട്ട്, ജാക്ക് ആൻഡ് ഫീൽഡ് സക്സസ് പ്രിൻസിപ്പിൾസ് ഒക്കെ എഴുതിയ ബുക്ക് എഴുതിയ ഒരു വലിയ മോട്ടിവേഷൻ സ്പീക്കറൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ മനോഹരമായൊരു ഫോർമുലയുണ്ട്. E+R=O. എന്താണ് ഈ ഇവൻ്റ്? R എന്താണ്? നമ്മുടെ റെസ്പോൺസാണ്. O എന്താണ്? നമ്മുടെ ഔട്ട്കമാണ്. അപ്പോൾ ഔട്ട്കം ഇഷ്ടമല്ല. എന്താണ്? ഇവൻസിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവൻസിന് നമുക്ക് ചെയ്യാമെങ്കിൽ നമ്മൾ മാറണം. നമ്മളിങ്ങനെ മാറണം, നമ്മൾ ഇവൻസിനോട് പ്രതികരിക്കുന്ന രീതി മാറണം. അതായത് റെസ്പോൺസിനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നിരിക്കുക. അപ്പോൾ നമ്മുടെ സ്കൂട്ടറിൻ്റെ മുന്നിൽ, നിങ്ങളുടെ സ്കൂട്ടറിൻ്റെ മുന്നിൽ ഒരാൾ ചാടി, അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഈഗോ. എൻ്റെ മുന്നിൽ ഞാൻ ആരാണ്? ഞാൻ ഭയങ്കര കക്ഷിയാണ്, എൻ്റെ മുന്നിലാണ് നീ വന്ന് ചാടിയത്. ആ ഈഗോയിസ്റ്റിക്കിലാണ് നിങ്ങൾ ഇതിനെ ചെയ്യെങ്കിൽ പിന്നെ ഈഗോ ഗെയിമുകളുടെ ഒരു വലിയ ചെയിനാണ് ജീവിതം. അയാൾക്കിട്ട് അടി കൊടുക്കുന്നു, അപ്പം അയാൾ പോയി കേസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അത് അയാളെ തിരിച്ചിടിക്കുന്നു, അപ്പോൾ നിങ്ങൾ അയാളെ വീണ്ടും ഇടിക്കുന്നു, അപ്പോൾ അത് കേസാകുന്നു. അത് നിങ്ങളുടെ ബാക്കിയുള്ള 5 ദിവസത്തിൽ അത് ഒരു 3-4 ദിവസം നിങ്ങളത് അതുമായിട്ട് പോകും. അത് ഈഗോ ഗെയിമാണ്. ഈഗോ ഗെയിമുകൾ ജയിക്കത്തില്ല, ഒരു ഈഗോ ഗെയിമും ജയിക്കത്തില്ല. ഈ പണ്ടൊരു റഷ്യൻ പഴമൊഴി ഉണ്ടല്ലോ, നിങ്ങൾ ശത്രുത വെച്ചിട്ട് റിവെഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾ 2 ശവക്കുഴികൾ കുത്തണം. ഒന്ന് അയാൾക്ക്, മറ്റൊന്ന് നിങ്ങൾക്ക്. ഇതൊരു വളരെ മനോഹരമായിട്ടുള്ളൊരു പഴമൊഴിയാണ്. അപ്പോൾ നിങ്ങൾ ഈ 5 ദിവസം ഈ ചെയ്യേണ്ട കാര്യങ്ങൾ അത് നിങ്ങളുടെ ലൈഫ് പർപ്പസാണ്. കാരണം ആ ഇവൻറ്റുകൾ ഉണ്ടാകും, ആ പർപ്പസുകൾ നിങ്ങൾ ചെയ്യണം. അതവിടെ ചെയ്ത് നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യാനാണ്. എപ്പോഴും നമ്മളെ ഈ ഒരു വല്ലാത്ത തെറ്റായി പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ പഠിക്കുകയല്ല ഇവിടെ. ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ജീവിതത്തിൽ ഒരു ഇവൻ്റ് ഉണ്ടാകുന്നത്, നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മാറാൻ വേണ്ടിയിട്ടാണ്, പുതിയ ലെവലിലേക്ക് മാറാനാണ്. ഈ ഭൂമിയിൽ ഓരോ മനുഷ്യനും ജനിക്കുന്നത് നമ്മുടെ ഈ സോളിനെ അടുത്ത ലെവലിൽ എത്തിക്കാനാണ്. മുണ്ടകോപനിഷത്തിൽ ഇത് വളരെ മനോഹരമായിട്ട് സ്റ്റേറ്റ് ചെയ്യുന്നു. അതിനകത്ത് പറയുന്നത്, ഈ ദേവന്മാർക്ക് പോലും അവരുടെ ആത്മാവിൻ്റെ തലത്തിനെ മുകളിലാക്കണമെങ്കിൽ ഭൂമിയിൽ വന്ന് ജനിക്കണമെന്നാണ്. അപ്പോൾ ഈ ഇവൻസുകളെ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യാം? സത്യത്തിൽ ഇന്ത്യൻ സൈക്കോളജിയുടെ ഏറ്റവും ഫണ്ടമെൻ്റലായിട്ടുള്ള സാധനം ഇതാണ്. ഇവൻസുകളോട് നമുക്കെങ്ങനെ പ്രതികരിക്കാം, അത് നമ്മുടെ ലൈഫ് മാറ്റും. അപ്പം അങ്ങനെ പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ, ഞങ്ങൾ എങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രതികരിക്കണമെങ്കിലും അതെങ്ങനെയാണെന്ന് മനസ്സിലാകണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഈ അവബോധം വേണം. രണ്ടാമത് എന്ത് വേണം? നമുക്കൊരു വളരെ ശാന്തമായൊരു മനസ്സ് വേണം. ടർബുലൻ്റായൊരു മനസ്സിൽ നിന്ന് നമുക്കിത് ചെയ്യാൻ പറ്റില്ല, കൃത്യമായ പ്രതികരണം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളത് പറയും അനിമലിസ്റ്റിക്കാണ് നമ്മുടെ ആക്ഷൻ. എന്ന് വെച്ചാൽ എന്താണ്? മനുഷ്യന് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണ്? ചിന്തിക്കാനും ചിന്തിച്ചിട്ട് അത് ഒരു കൺക്ലൂഡ് ചെയ്യാനും ഉള്ള അതിനകത്ത് മന്നം ചെയ്യാനുമുള്ള ആ ഒരു കഴിവുണ്ടല്ലോ. അനിമലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എക്സിസ്റ്റൻഷ്യൽ ഒരു നേച്ചറിൽ നിന്നുണ്ടാകുന്നതാണ്. അപ്പോൾ ആ യാത്ര നിങ്ങൾ പൂർത്തിയാക്കി 5-ാമത്തെ ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ആ സ്കൂട്ടർ അവിടെ ആ എയർപോർട്ടിൽ വെച്ചിട്ട് ഇങ്ങോട്ട് വരണം, അല്ലേ? അടുത്ത ഫ്ലൈറ്റ് 5-ാമത് ഫ്രൈഡേ ആകുമ്പോഴത്തേനും ആ സ്കൂട്ടർ എയർപോർട്ടിൽ കൊണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്ലൈറ്റ് കയറി വരണം. ആ സ്കൂട്ടർ എടുത്തുകൊണ്ട് വരാൻ പറ്റില്ലല്ലോ, അത് റെൻ്റ്
സാധനമല്ലേ? ഇതാ മരണം. നമ്മൾ കാണുന്ന മരണം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് അതാണ്. ആത്മാവ് അവിടെ മരിക്കുന്നില്ല. പക്ഷെ നിങ്ങളെ സ്കൂട്ടർ അവിടെ വെച്ചു, നിങ്ങളുടെ ശരീരം അത്രയും ഈ ഭൂമിയിൽ ജീവിച്ച ആ ശരീരം അവിടെ വെച്ചു. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ പലപ്പോഴും പറയുന്നത്, നമ്മൾ ഈ ആത്മാവിൻ്റെ വെഹിക്കിളായതുകൊണ്ട് നമ്മൾ ഈ ശരീരത്തിനെ കൃത്യമായി സംരക്ഷിക്കേണ്ടതുണ്ട്. കാരണം എന്താണ്, ഇത് നമ്മുടെ സ്കൂട്ടറാണ്. ഈ സ്കൂട്ടറിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ യാത്ര പൂർത്തിയാക്കാൻ പറ്റില്ല. യാത്ര പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിലോ നിങ്ങൾ 5 ദിവസം ചെയ്യേണ്ട സാധനങ്ങളെ നിങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് 2-3 ദിവസമായപ്പോൾ സ്കൂട്ടർ കേടായി, പിന്നെ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ വീണ്ടും പോകണം. ഈ ഡൽഹിയിൽ തന്നെ നിങ്ങൾ തിരിച്ചു വന്നിട്ട് തിരിച്ച് വീണ്ടും ചെല്ലണം, എന്നാലേ തീർക്കാൻ പറ്റുള്ളൂ. അപ്പം ഒരേ സ്റ്റേറ്റിൽ തന്നെ നമ്മൾ പുനർജന്മം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞാനൊരു ബുക്ക് വായിച്ചത്, ആ ബുക്ക് ഞാൻ ഓർക്കുന്നില്ല, വായിച്ചത് 3 ലക്ഷം പ്രാവശ്യം നമ്മൾ മനുഷ്യരൂപത്തിൽ ജനിക്കുമെന്നാണ്. ഇറ്റ് മേക്ക് സെൻസ്. കാരണം നമ്മൾ ഈ എങ്ങനെ വേണമെങ്കിലും നമ്മളുടെ ലൈഫിനെ നമുക്ക് വിടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒന്ന് നമുക്ക് കുറച്ച് ഇഗ്നറൻസ് കൊണ്ട് നമ്മൾ കുറേ മണ്ടത്തിനൊക്കെ ചെയ്യാം. നമുക്കറിയില്ല, അറിയില്ലാത്ത ഇഗ്നറൻ്റ് ആണെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഈ ബോധം വരുന്നേ ഇല്ല. അതൊരു ഒരു കാര്യമാണ്. പിന്നെ നമ്മളുടെ ഈഗോയും കൊണ്ട് കുറേ സാധനങ്ങൾ ചെയ്ത് വയ്ക്കും. അപ്പോൾ എന്താണ്, പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം വേറെ എന്താ പറയുക, അത് വളരെ ഇമോഷണൽ ലെസ്സാണ്. അതിന് നിയമങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ്, റിപ്പീറ്റ്. അപ്പോൾ ലൈഫ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഒരേ സ്റ്റേറ്റിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിക്കഴിഞ്ഞാലോ കൊള്ളാം, അടുത്ത ലെവലിലേക്കാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്, അടുത്ത അവസ്ഥയിലാണ് പുനർജന്മം ഉണ്ടാകുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായാൽ പിന്നെ നിങ്ങൾക്ക് ബാക്കി ലൈഫിൻ്റെ ഒത്തിരി കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനും പല ലെവലുകളിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ ചോദിക്കും, ഇപ്പോൾ 5 ദിവസം ചെയ്യാനായിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള 5 കാര്യങ്ങൾ ചെയ്യാനുണ്ട്, 5 ദിവസങ്ങളായിട്ട് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ 2ാമത്തെ ദിവസം അവിടെ ഒരു നാടോടി സംഘം, നൃത്ത സംഘം അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് കളിക്കുന്നത് കണ്ടു, അല്ലെങ്കിൽ വേറൊരു ഒരു കലാരൂപം കണ്ടു, അല്ലെങ്കിൽ അവിടെ ഒരു എൻ്റർടൈൻമെൻറ്റ് കണ്ടു. നിങ്ങൾക്ക് അവിടെ കയറി നിങ്ങൾ ഒരു ദിവസം മുഴുവൻ അങ്ങനെ കളിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവിടെയും നിങ്ങൾക്ക് കുറേ സാധനങ്ങൾ പെൻഡിങ് ബാക്കി വരും. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് വേണ്ടതല്ല, എൻ്റർടൈൻമെൻറ്റ് വേണം. പക്ഷേ നിങ്ങളുടെ ലൈഫ് പർപ്പസിലേക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ ചെയ്യാതെ നിങ്ങൾ ഈ എൻ്റർടൈൻമെൻറ്റിലേക്കോ അല്ലെങ്കിൽ ഈഗോ സ്റ്റേറ്റിൽ നമ്മൾ വേറെ നമ്മളല്ലാത്ത കളികൾ കളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് വരേണ്ട വരും. ചില ആൾക്കാരൊക്കെ വളരെ രസകരമായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇതെൻ്റെ ലാസ്റ്റ് ജന്മമാണ്, ഞാൻ മോക്ഷമാണ് കിട്ടുന്നത് എന്നൊരു ജ്യോതിഷം പറഞ്ഞു. അങ്ങനെയൊന്നും പെട്ടെന്ന് ഈ ലൈറ്റിൽ ചേർന്ന് ചേരുമൊന്നുമില്ല ആത്മാവ്. അതിനൊക്കെ ആ ലെവലിലേക്ക് ആത്മാവ് ഭയങ്കര ലെവലിലേക്ക് എലിവേറ്റ് ചെയ്താൽ മാത്രമാണ് അവസാനം അത് ലൈറ്റിൽ പോയി ചേരുക, അല്ലെങ്കിൽ അത് പരമമായ ആത്മാവിൽ പോയി ചേരുക. മറ്റൊക്കെ ഈഗോ സ്റ്റേറ്റ്മെൻ്റാണ്. ഞാൻ എല്ലാ ദിവസവും നാമം ജപിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ഇവിടെ പള്ളി പോകുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നതുകൊണ്ട് ഞാനായി എന്നെ ഫുൾഫില്ലാകുന്നില്ല. ഫുൾഫില്ലാകുന്നത് നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണോ അതിലേക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ അലൈൻ ചെയ്ത് ആ ലൈഫ് പർപ്പസിൻ്റെ പാത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോഴാണ് ഒന്നാമത്തത് നിങ്ങളാകുന്നത്, രണ്ടാമത്തത് നിങ്ങളുടെ ഈഗോ സ്റ്റേറ്റിനെ നിന്ന് നിങ്ങൾ മോചിതരാകുകയും ചെയ്യണം. റെസ്പോൺസ് ഇവൻസുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ റെസ്പോൺസ് നമ്മുടെ മാറിക്കൊണ്ടിരുന്ന ഇവൻസ് തന്നെ പതിയെ കുറയും. കാരണം എന്താണ്, ഈ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടാണ് ഇവന്റ് വരുന്നത്. അപ്പോൾ ഈ നമ്മൾ ട്രാൻസ്ഫോം ആയി, പിന്നെ അതുപോലത്തെ ഇവന്റുകൾ വരത്തില്ല. ഇപ്പോൾ ഒരാൾ നമ്മളോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ റെസ്പോൺസ് ഒരേ തരത്തിലാണ്. ഈ വഴക്കെന്ന് പറഞ്ഞ സാധനം കണ്ടിന്യൂസ് ചെയ്ത് വയ്ക്കും. എപ്പോൾ നിങ്ങൾ ഫൊർഗീവ് ചെയ്യാൻ പഠിക്കുന്നോ, എപ്പോൾ ലെറ്റ് ഗോ ചെയ്യുന്നോ, ആ സമയത്ത് എന്ത് ചെയ്യും, ഈ വഴക്കിൻ്റെ ഇക്വേഷൻ മാറി പാറ്റേൺ പൊട്ടിപ്പോവും. അപ്പോൾ ഇതിനകത്തൊക്കെയുള്ള ഈ മൈൻഡ്, അതായത് നമുക്ക് വേണ്ട വിധം റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു മൈൻഡിൻ്റെ ഒരു അത് അറ്റൈൻ ചെയ്യാനുള്ള ജേണിയാണ് ഇനി അടുത്ത ദിവസങ്ങളിൽ നമ്മൾ പറയുന്നത്.